ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സങ്കീർത്തനം 90-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ സ്തോത്രം. മനോഹരമായ ഒരു ദൈവവചനമാണ് ഇന്ന് പ്രഭാതത്തിൽ എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. സ്തോത്രം. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ ക്ഷേമത്തോടെ നമ്മളെ പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഭാരങ്ങൾ ഓർത്ത് നീ പ്രയാസപ്പെടേണ്ട, ഇന്നത്തെ വിഷമങ്ങൾ ഓർത്ത് നീ കണ്ണുനീരൊഴുക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇനി അനുഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള കരം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് ഏതെല്ലാം വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കി ദൈവത്തോടൊന്ന് പറ്റിച്ചിരുന്നാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങൾക്കൊക്കെ ദൈവം നമുക്കൊരു മാറ്റത്തെ തരും. ഹല്ലേലൂയ. സമൃദ്ധി അനുഗ്രഹിക്കുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ടല്ലോ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളെ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ആ കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് ഏതെല്ലാം പ്രയാസത്തിലൂടെയാണോ നിങ്ങൾ കടന്നുപോയത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ പ്രഭാതം മനോഹരമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ കൂടെയും ഇരിക്കുമാറാകട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കർത്താവെ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു വരുവാൻ, കർത്താവെ അത് നടന്ന് കിട്ടുവാൻ ദൈവമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. നാഥാ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഞങ്ങളോട് പറയുന്നു. കർത്താവെ ദൈവമേ, ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ അവരുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതത്തെ ഇവിടുന്ന് നീ ചെയ്യണം. കർത്താവെ സ്തോത്രം. കർത്താവെ ആ മനോവിഷമത്തോടെയാണ് കർത്താവെ അവർ ഓരോരുത്തരും നമ്മളോട് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത്. കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്താവെ ഈ വചനം പറയുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങളെ ഇവിടെ സംഭവിപ്പാൻ തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ അനുഭവിച്ച കർത്താവെ ഹല്ലേലൂയ ആ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമെന്നാണ് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി തന്നെ ആമേൻ. സ്തോത്രം.